എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡീമൺ സ്ലേയറിന്റെ 160ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് കണ്ടിട്ടില്ല എങ്കിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനോസ്കയുടെ മാസ്ക് ഡോമ എടുത്തുകൊണ്ട് പോകുന്നതും ഇനോസ്കയുടെ ഫേസ് കണ്ടിട്ട് ഡോമയ്ക്ക് ഇവനെ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന് തോന്നണം വരെയായിരുന്നു. ഈ ചാപ്റ്ററിന്റെ തുടക്കം അത് തന്നെയാണ്. തുടങ്ങുമ്പോൾ തന്നെ ഡോമ അവൻ്റെ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന്. നിന്നെപ്പോലെ ഒരു തന്നെ ഇതിനു മുമ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, എന്റെ മാസ്കിൽ നിന്ന് നീ കൈ എടുക്കുന്നു. ഇനോസ്കി അവൻ്റെ മറുപടിയായിട്ട് പറയുന്നുണ്ട്. ഡോമ റിപ്ലൈ ആയിട്ട് പറയുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്. ഇനോസ്കി വീണ്ടും എല്ലി ചെയ്യുന്നുണ്ട്, നിന്നെപ്പോലെ ഒരു തന്നെ ഞാൻ കണ്ടിട്ടില്ലെന്നും. അവൻ ചുമ്മാ റാൻഡമായിട്ടുള്ള നോൺസെൻസ് ആണ് വിളിച്ചു പറയുന്നതെന്നും നീ ശാന്തനാകാനും ഇനോസ്കിയൊക്കെ കനവോ പറയുന്നുണ്ട്. എനിക്ക് നല്ല മെമ്മറി ഉണ്ടെന്നും ഞാൻ മനുഷ്യനായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഓർമ്മകൾ ഇപ്പോഴും ഉണ്ടെന്നും പറഞ്ഞ് തന്റെ വിരലെടുത്ത് അവന്റെ തലയോട്ടി തുളച്ചുള്ളിൽ കയറ്റി. ഒരേ സമയം ഷോക്കും ഡിസ്കസ്റ്റഡും ആയിട്ട് നിൽക്കുന്ന ഇവരുടെ മുന്നില് ഡോമ തന്റെ വിരല് ചുരുട്ടിക്കൊണ്ട് അവന്റെ ഓർമ്മകൾ പരതാൻ തുടങ്ങി. ഡോമയ്ക്ക് എന്തോ കാര്യം മൈൻഡിൽ പെട്ടെന്ന് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം. അവൻ പറയുന്നുണ്ട്, 15 വർഷം മുമ്പോ, അത് വളരെ അടുത്ത കാലയളവാണല്ലോ. പിന്നീട് ഡോമയുടെ പാസ്റ്റ് ചികഞ്ഞ് പറയുകയായിരുന്നു. ഒരിടത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കൂടിപ്പോയാൽ 17-18 വയസ്സ് കാണും. അവളുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞും ഉണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് എന്നും അവളെ ഉപദ്രവിച്ചിരുന്നു. അവളുടെ അമ്മായിയമ്മ എന്നും അവളെ ബുള്ളിയും ചെയ്തിരുന്നു. സ്വന്തമായി സുഹൃത്തുക്കളോ സഹോദരങ്ങളോ അച്ഛനമ്മമാരോ ഇല്ലായിരുന്നു അവക്ക്. തുണയെന്ന് പറയാനോ ആശ്രയം കൊടുക്കാനോ ആരും തന്നെ ഇല്ലായിരുന്നു. ആദ്യമായി ഞാൻ അവളെ കണ്ടപ്പോൾ അവളുടെ ദേഹത്താകമാനം അടികൊണ്ട പാടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പാർഷ്യലി അന്ധതയുടെ മട്ടിലായിരുന്നു. ഞാൻ അവളെ തൊട്ടപ്പോൾ അവൾ പഴയപടിയാവുകയായിരുന്നു. അവൾ വളരെ സുന്ദരിയായിരുന്നു. അവൾക്ക് നിന്റെ അതേ മുഖമായിരുന്നു, പക്ഷെ നിന്നേക്കാൾ സുന്ദരിയായിരുന്നു അവൾ. അത് നിന്റെ അമ്മയല്ലേ? അതെ, എനിക്ക് ഒട്ടും തെറ്റിയിട്ടില്ല, അത് നിന്റെ അമ്മ തന്നെയാണ്. ഡോമ ഇനോസ്കയോട് പറഞ്ഞു. ഇനോസ്ക അലച്ചുകൊണ്ട് അവന് മറുപടിയായിട്ട് കൊടുക്കുന്നുണ്ട്, എനിക്ക് അമ്മയില്ല, എന്നെ റേസ് ചെയ്തത് പന്നികളാണ്. ഇനോസ്കയുടെ ആ പറച്ചിലിനെതിരായി ഡോമ അവനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, സോ പന്നികളാണോ നിനക്ക് ജന്മം നൽകിയത്? നീ ഒരു മനുഷ്യനാണ്, നിനക്ക് ജന്മം നൽകിയത് ഒരു ഹ്യൂമനാണ്. ഇനോസ്ക തന്റെ ബീസ്റ്റ് ബ്രീത്തിന്റെ 6th ഫോം ഉപയോഗിച്ച് ഡോമയ്ക്ക് നേരെ അവനെ വെട്ടാനായി പാഞ്ഞെടുത്തു. അപ്പുറത്തു നിന്നും കനവോ ഇനോസ്ക എന്ന് വിളിക്കുമ്പോഴത്തേക്ക്, നീ ഇത് അവസാനം വരെ കേക്ക്, ഈ എൻകൗണ്ടർ ശരിക്കും ഒരു മിറാക്കിളാന്ന് പറഞ്ഞുകൊണ്ട് ഡോമ ഇനോസ്കയുടെ ചെസ്റ്റിന് കുറുകെ വെട്ടി. അടുത്ത വെട്ടും ഇനോസ്കയ്ക്ക് നേരെ വരുന്ന അറിഞ്ഞ കനവോ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇനോസ്ക അവിടുന്ന് മാറ്റുകയാണ് ചെയ്തത്. ഡോമ വീണ്ടും ഇനോസ്കയുടെ അമ്മയുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. എനിക്കവളെ തിന്നാൻ ഒരു ഇന്റൻഷനും ഇല്ലായിരുന്നു. അവളെ പോലെ സുന്ദരിയായിരുന്ന ഒരാൾ അടുത്തുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതായിരുന്നു. അവൾ പക്ഷെ ഒട്ടും സ്മാർട്ട് അല്ലായിരുന്നു, പക്ഷെ പാട്ട് പാടാൻ നല്ല കഴിവായിരുന്നു. നിന്നെ എടുത്തുകൊണ്ട് അവൾ ഒരുപാട് പാട്ട് പാടിയിരുന്നു. അവൾ നിനക്കെപ്പോഴും ഒരു പിങ്കി പ്രോമിസ് ലല്ലബൈ സോങ് പാടി തന്നിരുന്നു. പിങ്കി പ്രോമിസ് എന്ന് കേട്ടപ്പോഴേ ഇനോസ്കയ്ക്ക് എന്തൊക്കെയോ ട്രിഗറാന്ന് നമുക്ക് കാണാം. അവന്റെ അമ്മ പറയുന്നത് അവൻ ഇങ്ങനെ മനസ്സിൽ ഓർത്തെടുക്കുന്നുണ്ട്, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും, നീ വളർന്ന് സ്ട്രോങ്ങർ ആകുന്നവരെ നിന്റെ അമ്മ എന്നും നിന്റെ കൂടെ കാണും. സോറി ഇനോസ്കെ, നിനക്ക് ലോൺലിയായി തോന്നുന്നുണ്ടാവും അല്ലേ? നിന്റെ അമ്മ നിന്നെ സന്തോഷത്തിലാക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഡോമ വീണ്ടും തുടരുന്നുണ്ട്. അവൾ ഓരോ പ്രാവശ്യവും ആ പിങ്കി പ്രോമിസ് സോങ് പാടുമ്പോഴും ലിറിക്സ് ഡിഫറെന്റ് ആയിരുന്നു. ഒരു പോയിന്റിൽ വെച്ച് അത് തനൂക്കി വില്ലേജ് സോങ് ആയിരുന്നു. അത് ശരിക്കും മനോഹരമായിരുന്നു. ഇനോസ്കയ്ക്ക് എല്ലാം പിടികിട്ടി. അവൻ ഇത്രയും നാളും വിചാരിച്ചത് അവന് ഷിനോബുവിന്റെ ഓർമ്മകളായിരുന്നു എന്നാണ്. പക്ഷേ കുഞ്ഞു മനസ്സിൽ അവൻ ഓർമ്മയുണ്ടായിരുന്നത് അവന്റെ അമ്മയുടെ കാര്യം തന്നെയായിരുന്നു. ഡോമ വീണ്ടും തുടർന്നു, എനിക്ക് അവളെ കൊല്ലാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. അവൾ മരിക്കുന്നവരെ എന്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അവൾ വളരെ സ്റ്റുപ്പിഡായിരുന്നുകൊണ്ട് തന്നെ ഞാൻ എന്റെ വർഷിപ്പേഴ്സിനെ ഹേറ്റ് ചെയ്യുന്നത് അവൾ കണ്ടുപിടിച്ചു. ഞാൻ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇൻസൾട്ടിന് പുറമെ ഇൻസൾട്ടുകളായിരുന്നു. അവൾ എന്റെ ടെമ്പിളിൽ നിന്ന് ഓടിപ്പോയി. ഉടനെ തന്നെ പണ്ടത്തെ ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. ടെമ്പിളിൽ നിന്ന് ഓടിപ്പോയവർ അമ്മ ഓടുന്ന വഴി ഇനോസ്കയോട് സോറി ചോദിക്കുന്നുണ്ട്. താനൊരു സ്റ്റുപ്പിഡാണെന്നും എപ്പോഴും ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ എടുക്കുന്നും അവൾ ഇനോസ്കയോട് പറയുന്നുണ്ട്. പോകുന്ന വഴിയിൽ അവൾക്ക് വഴി തെറ്റുന്നുണ്ടായിരുന്നു. അവൾ ചെന്നെത്തിയത് വഴി തീർന്നു പോയ ഒരു കുന്നിന്റെ മുകളിലായിരുന്നു. ഇനോസ്കയെ കെട്ടിപ്പിടിച്ച് അവൾ സോറി ചോദിച്ചു. അവനെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ല എന്ന് മനസ്സിലാക്കിയ അവൾ അങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടാൻ കഴിയുന്നതിൽ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താഴെ വെള്ളത്തിലേക്ക് എറിയുകയായിരുന്നു. ഇതറിഞ്ഞതും ഇനോസ്ക വിളറി വെളുത്തു. ഡോമ വീണ്ടും പറയുന്നുണ്ട്, അവൾ അല്ലാണ്ട് പോയിരുന്നെങ്കിലും അവൾ അവളുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് അടിമേടിച്ചേനെ. അവൾക്ക് ശരിക്കും ഒരു സന്തോഷം നിറഞ്ഞ ജീവിതം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ജീവിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ലായിരുന്നു. ഡോമയുടെ വൃത്തികെട്ട വർത്താനത്തിനെതിരെ കനവ് അത് നിർത്തന്ന് പറഞ്ഞ് അലച്ചു കൂവുന്നുണ്ട്. ഇനോസ്കി തന്റെ വാൾ വെള്ളത്തിനടിയിൽ മുറുക്കെ പിടിച്ചു. അവനവന്റെ അമ്മയുടെ വാക്കുകൾ ഓർത്തെടുത്തു. നിന്നെ ഇവിടെ വെച്ച് കണ്ടത് ശരിക്കും മിറാക്കിളായിരുന്നു. എന്റെ അമ്മയെയും എന്റെ സുഹൃത്തുക്കളെയും കൊന്ന ഡീമൻ എന്റെ കൺമുന്നിൽ. അവനെ ഓരോ കാര്യങ്ങളും ഓർപ്പിച്ച ഡോമയോട് തന്നെ നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഇനോസ്കെ പറഞ്ഞു, നിന്നെ ശരിക്കുമുള്ള നരകം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന്. ഇവിടെ വെച്ചാണ് നമ്മുടെ 160ാമത്തെ ചാപ്റ്റർ എൻഡ് ആകുന്നത്. ബാക്കിയുള്ള ചാപ്റ്റർ ഉടനെ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.